ഒരു തട്ടിക്കൂട്ട് കറിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2 വലിയ ഉരുളക്കിഴങ്ങും 2 സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 തണ്ട് കറിവേപ്പില, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി കൂടി ചതച്ചത്, 2 പച്ചമുളക് കീറിയത്. ഇത്രയും സംഭവങ്ങളാണ് ഇതിനു വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതൊരു ഗ്രേവി ടൈപ്പ് കറിയുമല്ല, എന്നാൽ ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള കറിയുമല്ല. ഇത് നമുക്ക് ചപ്പാത്തിക്കായാലും ചോറിനായാലും നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ പൊടികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ് പൊടി. അപ്പം രണ്ടും ഓരോ വലിയ ടീസ്പൂൺ വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടാൽ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക, ആവശ്യത്തിന് ഉപ്പ് എടുക്കുക. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും, അതൊരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഇട്ട് കൊടുക്കുക. അപ്പോൾ അതൊന്നിട്ട് ചതച്ചെടുക്കുക, നന്നായി മൂപ്പിച്ചെടുക്കുക. അതായത് അതിൻ്റെ സ്മെല്ല് അത്യാവശ്യം വരണ വരെ മൂപ്പിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ കീറി വെച്ചിരിക്കുന്ന പച്ചമുളകും കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. അതൊന്ന് അത്യാവശ്യം മുളകും എല്ലാതും കൂടി ഒന്ന് വാടിക്കോട്ടെ കേട്ടോ. അപ്പം മുളക് വാടിയതിന് ശേഷം എപ്പോഴും എൻ്റെ മെത്തേഡ് ആ മുളകങ്ങ് എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ അതിന് എരിവ് ഇത്തിരി ഓവറായിരിക്കും. ലാസ്റ്റ് ആ മുളക് ചേർത്ത് കൊടുക്കുകയും ചെയ്യാം, നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞതാ നമ്മുടെ സവാള അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഇട്ടിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് ഒരു ഗ്ലാസ് ടെക്സ്ചർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. വല്ലാതെ അങ്ങോട്ട് മുരിഞ്ഞ് വരുമൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. അപ്പോൾ അത് ഒരുവിധം വാടി വരുമ്പോൾ നമ്മുടെ ഈ പൊടികളൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കുക കേട്ടോ. എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് ആ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ ഒരു കറിക്ക് ഹൈലൈറ്റ് എന്ന് പറയുന്നത്, അപ്പോൾ മല്ലിപ്പൊടി നമ്മൾ ഏകദേശം മുളക് പൊടിയുടെ ഒപ്പം തന്നെ ഇടുന്നുണ്ട്. അതിൻ്റെ ആ ഒരു മണം മുകളിലേക്ക് നിൽക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ തീയെന്ന് വെച്ചാൽ ഭയങ്കര ഹൈ ഫ്ലെയിം ഒരിക്കലും വെക്കരുത് കേട്ടോ. ഒരു മീഡിയം തീയിൽ അങ്ങനെ കിടന്നോട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ സവോളയിലും അത്യാവശ്യം വെള്ളമുണ്ട് കണ്ടോ. ഞാൻ തീ ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. സവോളയിൽ അത്യാവശ്യം വെള്ളമുണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിലായാലും ഞാൻ വെള്ളത്തിലിട്ട് കഴുകി വാരി വെച്ചതാണ്. വെള്ളം ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ ഇതിൽ ഇപ്പോൾ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല, ജസ്റ്റ് നമ്മളൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. കുറച്ച് നേരം അടച്ചു വെച്ചാൽ ആ ഒരു തീ ഇങ്ങനെ ഇതാകുമ്പോൾ ഒന്നുകൂടി ഒന്ന് വാടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നന്നായി എല്ലാതും ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിൽ കിഴങ്ങിൻ്റെ സവോളയുടെ അളവ് ഏകദേശം തുല്യമായിട്ട് എടുക്കണതായിരിക്കും കേട്ടോ, ഇതിന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ ഈ സംഭവം കുക്കറിൽ അടിച്ചാലും ഇത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിങ്ങനെ പതിയെ കുക്കായിട്ട് ഇങ്ങനെ അടച്ചിട്ട് വേവുന്നതാണ് അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മളൊരു ചെറിയ തക്കാളി അത്യാവശ്യം ചെറിയ ബ്ലോക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൽ പുളിക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് കുറച്ച് പുളിക്കും കൂടിയും തക്കാളിയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ മസാല ഒന്നും ചേർക്കുന്നില്ല. പക്ഷേ ആ മൂത്തിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചി ഉണ്ടല്ലോ, അതിൻ്റെ ആ മണം മാത്രം മതി. ശരിക്കൊരു മസാലക്കറിയുടെ സ്മെല്ലാണ് കേട്ടോ അതിന്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് കിട്ടിയ വീണ്ടും 2 പച്ചമുളക് എടുത്ത് മാറ്റി വെക്കാൻ കേട്ടോ. അതായത് ഇതൊന്ന് കുതിർന്ന് അങ്ങനെ വെന്ത് വരുമ്പോൾ ഓവറായിട്ട് ആ പച്ചമുളകിൻ്റെ എരിവ് ഭയങ്കരമായിട്ട് ഉണ്ടാവും. അപ്പോൾ ഞാൻ എപ്പോഴും ഇത് കഴിഞ്ഞ് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിന് തൊട്ട് മുന്നായിട്ട് ഈ പച്ചമുളകൊക്കെ തിരിച്ചങ്ങോട്ട് ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സാക്കി അടച്ചിടുകയാണ് ചെയ്യുക കേട്ടോ. ഈ സമയത്ത് ഞാനൊരു കുറച്ച് ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് വഴറ്റി ഒന്ന് സെറ്റ് ആയതിന് ശേഷം മാത്രം നമ്മൾ വെള്ളം ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ അത്യാവശ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയും നമ്മൾ എല്ലാതും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് ആ ചാറിൻ്റെ ടേസ്റ്റ് നോക്കിയാൽ നമുക്ക് ഏകദേശം ഉപ്പിൻ്റെ കാര്യത്തിലൊരു തീരുമാനം അറിയാം. അതായത് ഇപ്പോൾ കഷ്ണത്തിലേക്കൊന്നും ഉപ്പ് പിടിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ കുറച്ചൊന്ന് മുന്തി നിൽക്കുന്ന ടൈപ്പ് ഉപ്പ് ഈ സമയത്തുണ്ടെങ്കിൽ അത് ഓക്കെ ആയിരിക്കും കേട്ടോ. ഇനി നമ്മൾ അടച്ചു വെച്ച് തീ കുറച്ചിടുക. അതായത് ആ ഒരു വെള്ളത്തിൽ കിടന്നിട്ട് വേണം പതുക്കെ അതിങ്ങനെ വെന്ത് കിട്ടാനായിട്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് സമയം കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുക, എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതിൽ ഉരുളക്കിഴങ്ങ് അങ്ങനെ വല്ലാതെ വെന്തങ്ങോട്ട് ഉടഞ്ഞു പോകുന്നില്ല, എന്നാൽ പാകത്തിന് കുക്കായിട്ടുണ്ടാവും കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് അതിൻ്റെ കൂടെ നന്നായി അലിഞ്ഞ് ചേർന്നിട്ടുണ്ടാവും കേട്ടോ. അത്യാവശ്യം നമ്മൾ കറിവേപ്പിലയും ഇതിലേക്ക് ചേർക്കും. പിന്നെ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതിലേക്ക് മല്ലിയിലയും അവസാനം ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പക്ഷേ ഞാൻ ഈ സമയത്ത് മല്ലിയില ഇടുന്നില്ല,
ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ല, മല്ലിയില ഇടാതെ തന്നെ ഇത് അടിപൊളി കറിയാണ് കേട്ടോ. അപ്പോൾ ഇതൊരു മീഡിയം, അതായത് ഇടത്തരം ഒരു ചാറ് പോലെ ആവുമ്പോൾ നമുക്ക് അവസാനിപ്പിക്കാം. അതായത് കുറേ ഇങ്ങനെ ചാറ് ഒഴിച്ച് കറി പോലത്തെ മോഡലല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചപ്പാത്തിക്കൊക്കെ കുറച്ച് ഗ്രേവി കൂടി വേണമെങ്കിൽ കുറച്ച് ഗ്രേവിയും കൂടിയുള്ള അവസ്ഥയിൽ എടുക്കാം. ഓവറായിട്ട് എന്തായാലും വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു വിധം കഷ്ണങ്ങളൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. മസാലകളും കാര്യങ്ങളും എല്ലാം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും പിടിച്ചിട്ടുണ്ട്. വീണ്ടും നമ്മൾ കുറച്ച് നേരത്തേക്കും കൂടി ഒന്ന് അടച്ചിടാം കേട്ടോ. നമുക്കിതിൽ കറിവേപ്പിലയുടെ മണം എന്ന് പറയണത് നല്ല അടിപൊളിയാണ്. മല്ലിയുടെയും കറിവേപ്പിലയുടെയും മണം ഇത്തിരി മുകളിലേക്ക് നിൽക്കുന്നതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം ഞാൻ അവസാനത്തെ സ്റ്റേജിൽ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ ഒരു ലോങ് പ്രോസസ്സായിട്ട് തോന്നും, പക്ഷേ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് പണി കഴിയും, ചടപെട്ടെന്ന് തന്നെ ജോലി തരും കേട്ടോ. നല്ല അടിപൊളി സ്മെല്ല് വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങളതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ അടിപൊളി സ്മെല്ല് ആസ്വദിക്കാൻ പറ്റും, കഴിക്കാനും പറ്റും. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു തട്ടി കൂട്ടിയൊരു മസാലക്കറി, അതാണ് ഇതിൻ്റെ ഉദ്ദേശം. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി ചാറായ കൊള്ളാമെന്ന് തോന്നി. അതായത് ഇതിങ്ങനെ വറ്റി വന്നപ്പോഴേ ചാറ് കുറഞ്ഞു പോയി. അപ്പോൾ ഞാൻ വീണ്ടും ഇത്തിരി ഈ സമയത്ത് ചേർക്കുമ്പോൾ ഒരിക്കലും പച്ചവെള്ളം ചേർക്കരുത്. നമ്മൾ ഇത്തിരി ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് ഒന്നുകൂടി ഒരു തള കൂടി തിളച്ചാൽ മതി. അത് കഴിഞ്ഞ് നമുക്ക് ഓഫാക്കിയിടാം കേട്ടോ. ഇതിങ്ങനെ ചാറ് കണ്ടിട്ട് പേടിക്കണ്ട, ജസ്റ്റ് ഒന്നൊരു കുഴമ്പ് പരുവത്തിൽ ആവുള്ളൂ കേട്ടോ ചൂടാറുമ്പോൾ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടും. കുറേ പേരൊക്കെ ഉണ്ടാക്കണം തന്നെയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ ഒക്കെ ഒന്ന്